ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81 ബൈ 2x² മൈനസ് 5x മൈനസ് 3. ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81 ഡിവൈഡഡ് ബൈ 2x² മൈനസ് 5x മൈനസ് 3. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 0/0 വരും. ചെയ്തു നോക്കിക്കോ. നമ്മൾ ആദ്യം അങ്ങനെയാണ് ശ്രമിക്കുക. എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. എക്സിന് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാലേ അറിയാമല്ലോ, എക്സിന് 3 കൊടുത്താൽ 3/4 വരും ഇവിടെ. 3/4 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3. അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 3/4 81 ആണ്. മൈനസ് 81 ഡിവൈഡഡ് ബൈ താഴെ എക്സിന് 3 കൊടുത്താൽ എല്ലാ സ്റ്റെപ്പും പറയണ്ടല്ലോ. താഴെ എക്സിന് 3 കൊടുത്താൽ 2 × 3². 2 × 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വരും. ശരിയല്ലോ നോക്കാം. 2 × 3² മൈനസ് 5 × 3. 5 × 3 15 ആണ്. മൈനസ് 3. ഇവിടെ 0 ബൈ താഴെ 3 മൈനസ് 3 0. 0/0 അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഫാക്ടറൈസേഷൻ പറ്റുമോ നോക്കിയാലോ. ഫാക്ടറൈസേഷൻ നോക്കാം. അതിൽ ആ ന്യൂമറേറ്റർ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ന്യൂമറേറ്റർ പവർ 4 ആയതുകൊണ്ട് ഞാനൊരു വഴി പറഞ്ഞുതരാം. a² മൈനസ് b² ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് x⁴ ഇല്ലേ, x⁴ നമുക്ക് x² ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. x² ഹോൾ സ്ക്വയർ ചെയ്താൽ x⁴ വരും. മൈനസ് 81 നമുക്ക് 9² എന്നും എഴുതാം അല്ലേ. 81 9² എന്ന് എഴുതാം. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. a² മൈനസ് b² ആയി. ആ ബ്രാക്കറ്റിനകത്തുള്ള ആളെ എന്ന് വിളിക്ക്. a² മൈനസ് b². ഇത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് താഴെയാണെന്നുണ്ടെങ്കിൽ x മൈനസ് 3 ഒരു ഫാക്ടറാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താ കാരണം? കാരണം ഞാൻ ആദ്യമേ തന്നെ എക്സിന് 3 കൊടുക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. എക്സിന് 3 കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഡിനോമിനേറ്റർ 0 കിട്ടിയിരുന്നു. അപ്പോൾ താഴത്തെ പോളിനോമിയലിൽ എക്സിന് 3 കൊടുത്തപ്പോൾ 0 കിട്ടിയിരുന്നത് കൊണ്ട് x മൈനസ് 3 ഒരു ഫാക്ടർ ആയിരിക്കും. അതിൻ്റെ ഫാക്ടർ തിയറം പ്രകാരം എക്സിന് 3 കൊടുത്താൽ 0 വന്നതുകൊണ്ട് x മൈനസ് 3 ഒരു ഫാക്ടറാണ്. മറ്റേ ഫാക്ടർ കിട്ടണം. മറ്റേ ഫാക്ടർ എങ്ങനെ കിട്ടും? അതിന് ഒരു വഴിയുണ്ട്. ഇത് രണ്ടും ഓപ്പൺ ചെയ്തിട്ടാണല്ലോ നമുക്ക് 2x² എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. എക്സിൻ്റെ കൂടെ 2x മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 2x² വരുള്ളൂ. ഇവിടെ എക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 2x. അപ്പോഴാണ് x × 2x 2x² വരുന്നത്. ലാസ്റ്റ് നമ്പർ -3 ആണല്ലേ. -3യുടെ കൂടെ +1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. -3 × +1 അപ്പോഴല്ലേ -3 കിട്ടുള്ളൂ. -3 × +1. അപ്പോൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസേഷൻ ആയി. ന്യൂമറേറ്റർ ഒന്നുകൂടി ഒന്ന് ശരിയാക്കാനുണ്ട് അല്ലേ. അത് നമുക്ക് ആദ്യം ഒന്ന് ശരിയാക്കി എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 ഇത് a² മൈനസ് b² ആയതുകൊണ്ട് a + b × a - b. a + b എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കാണിക്കാം. a + b എന്ന് പറഞ്ഞാൽ x² + 9 a - b എന്ന് പറഞ്ഞാൽ x² - 9 ആയിരിക്കും. ഒന്ന് നോക്കിയാൽ കറക്റ്റ് അല്ലേ. എയുടെ സ്ഥാനത്ത് x², ബിയുടെ സ്ഥാനത്ത് 9. a + b × a - b. അപ്പോൾ x² + 9 × x² - 9 ചെയ്യുമ്പോഴാണ് x² ഹോൾ സ്ക്വയർ -9² ആവുന്നത്. താഴെ x - 3 × 2x + 1 ആണ് അല്ലേ.
ഇവിടം വരെ ക്ലിയറായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ ഇനിയും ന്യൂമറേറ്ററിൽ ചെറിയൊരു ഫാക്ടറൈസേഷൻ കൂടി ചെയ്യാനുണ്ട് അല്ലേ? ന്യൂമറേറ്റർ സൈഡിൽ ചെറിയൊരു ഫാക്ടറൈസേഷൻ ചെയ്യാം. അതേതാണെന്ന് പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3. എക്സ് സ്ക്വയർ പ്ലസ് 9 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ തന്നെ എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 9നെ നമുക്ക് എങ്ങനെ വായിക്കാം? എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് വായിക്കാം. 9 3 സ്ക്വയർ ആണല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അപ്പോൾ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നുള്ളത് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. ഓൾ ഡിവൈഡ് ബൈ താഴെ എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആരെങ്കിലും ക്യാൻസലായി പോകുന്നുണ്ടോ നോക്കിയേ. ഇവിടെ ഒരു എക്സ് മൈനസ് 3യും ഇവിടുത്തെ എക്സ് മൈനസ് 3യും ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നേരെ 3 നേരിട്ടിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ക്യാൻസലേഷന് ശേഷമുള്ള സ്റ്റെപ്പ് പറഞ്ഞ് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷം വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 1. ഇനി നമുക്ക് നേരിട്ട് എക്സിന് 3 കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 0/0 ഉണ്ടാവില്ല. എക്സിന് 3 കൊടുക്കുക. ഇവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ അല്ലേ, 9 പ്ലസ് 9 അല്ലേ. അടുത്ത സ്റ്റെപ്പ് ശരിയാക്കാം. ഇവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 3 6. താഴെ എക്സിന് 3 കൊടുത്താൽ 2 ഇൻറ്റു 3 6. 6 പ്ലസ് 1 7. അപ്പോൾ ഇവിടെ 18 ഇൻറ്റു 6 അല്ലേ, എത്ര വരും? 108 ശരിയല്ലേ. 108 ഡിവൈഡഡ് ബൈ 7 വരും. ക്യാൻസലായി പോകണമൊന്നുമില്ല. സോ ദ ആൻസർ ഈസ് 108/7.